അക്ഷയ് സാർ. നന്നായിട്ട് പാടിവനെ. താങ്ക് യു സാർ. നന്നായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇത് ഈ രാഗം ബേസ്ഡ് ആയിട്ടുള്ള സോങ്സാണ്. ഇത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടെമ്പോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാഗഭാവം അതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് പാടി നോക്കാവോ? ഇപ്പം ഇത് പല സ്ഥലങ്ങളിലും പാടുമ്പോൾ റഷ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ടെമ്പോ എന്നൊരു 3 പോയിന്റ് കുറയ്ക്കും. ഹരിചന്ദന മലരിലെ മധുവായി അവിടെ റഷ് ചെയ്യാതെ കിടക്കട്ടെ. ഹരിചന്ദന മലരിലെ മധുവായി അത്ര മതി. ഞങ്ങൾ തൃപ്തരായി. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി. ഒന്നുകൂടെ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസവേഗം നീല നില കുളിരി നീല നില നീല നില കുളിരിലുലവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ കാമനുണർന്നല്ലോ കാമനുണർന്നല്ലോ. അവിടെ ഒരു ക്ലൈഡ്. വളരെ റിലാക്സ് ആയിട്ട് പാട്. ഓക്കെ. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്ക് ഈ സ്പീഡിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്രസീവ് ആകാൻ പറ്റും. ഇതിനകത്തെ എലിമെൻറ്റ്സ്, കാരണം ഈ പാട്ടിൽ ചേട്ടൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ എലിമെൻറ്റ്സ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ തുടങ്ങുന്ന ഉള്ളിൽ അവിടൊക്കെ ആ ഒരു ഫീല് വേണം. ഉള്ളിൽ 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 കലിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാ മിന്നുമലിവാണോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ. അതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ സാർ. ഇത് പെട്ടെന്ന് ഓർത്തു പോണ കാര്യം, ഞാനും ചേട്ടനും കൂടെ കൊട്ടാരക്കര ഒരു കച്ചേരിക്ക് പോവാം. കച്ചേരിക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ചേട്ടൻ്റെ ബുക്കിനകത്തുനിന്ന് ഒരു ഇതുപോലത്തെ ഒരു 5 പേപ്പർ എടുത്തു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. 5 പേപ്പർ എടുത്തിട്ട് പറഞ്ഞടാ ഇത് പുതിയ ഒരു പടത്തിലെ പാട്ടിൻ്റെ വരികളാണ്, കാവാലൻ സാർ എഴുതിയിരിക്കുന്നത്. ഒരു പാട്ട് എടുത്ത് എന്നിട്ട് പറഞ്ഞു ഇത് നിൻ്റെ പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാ ചേട്ടാ ഈ പാട്ടെന്ന് ചോദിച്ചു. ചേട്ടന് വണ്ടിക്കകത്തിരുന്ന് പാടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുന്നത്. ഹരിചന്ദന മലരിയ മധുവായി കാവാലൻ സാർ അസാധ്യമായിട്ട് എഴുതിയിരുന്നു. അതിനുശേഷം കച്ചേരി എല്ലാം കഴിഞ്ഞ് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ TK രാജീവ് കുമാറാണ് ഇതിൻ്റെ ഡയറക്ടർ. ഓർക്കസ്ട്രേഷൻ ചെയ്തത് ബെന്നിയും കണ്ണനുമാണ്. കണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ ഇവർ രണ്ടുപേരും എൻ്റെ ചേട്ടൻ്റെ സന്തത സഹചാരികളാണ്. കാരണം ഏത് പാട്ട് ചെയ്തു കഴിഞ്ഞാലും ഇവർ കൂടെ വേണം. അപ്പം അങ്ങനത്തേക്കുള്ള ഓർമ്മകൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നു. കാരണം ചേട്ടൻ്റെയും കാവാലൻ സാറ് തമ്മിലുള്ള കോമ്പിനേഷൻ. അതിനകത്ത് ഘനശ്യാമ സന്ധ്യാഹൃദയം എന്നൊരു പാട്ടുണ്ട്, കേട്ടുണ്ടോ? ഇല്ല സാർ. ഘനശ്യാമ സന്ധ്യാ ഹൃദയം നിറയീ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാ ഹൃദയം. എൻ്റെ ഒരു വിരുത്തമുണ്ട്, അറിയാമോ? നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടന വിലാസം പകലുമീരവും പകരും പദചലന
ലയമേളം ആ ആ ആ ആ വസന്തങ്ങൾ ഈ അങ്ങനെ പോവും ആ പാട്ട്. അയ്യോ ബ്യൂട്ടിഫുൾ അസാധ്യ പാട്ടാ. ഈ പാട്ട് ആരാണ് ഒറിജിനൽ പാടിയെന്നറിയാമോ? ദാസൻ. ഒരു രക്ഷയില്ല. ഇത് കേൾക്കണ കേട്ട ഈ പാട്ടൊക്കെ അയ്യോ മുത്തുകളാടാ മുത്തുകൾ. അതുപോലെ തന്നെ വേറൊരു പാട്ടാണ് ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗിലമാ ക്രീഡാകഥയിലെ നായികേ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആഹാ, ഇത് പാടിയത് ആരാന്നറിയോ? സുജാത ചേച്ചി. സുജാതയുടെ 14 വയസ്സിൽ 12 വയസ്സിൽ പാടിയതാണ്. പിന്നെ അതുപോലെ എത്ര പാട്ടുകൾ കാവാലൻ സാർ എഴുതി തന്നെ. മുത്തുകൊണ്ടെന്റെ മുറം നിറഞ്ഞു പവിഴം കൊണ്ടെന്റെ പറ നിറഞ്ഞു മുത്തുകൊണ്ടെന്റെ മുറം നിറഞ്ഞു പവിഴം കൊണ്ടെന്റെ പറ നിറഞ്ഞു നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സു മാത്രം എൻ്റെ മനസ്സു മാത്രം. അങ്ങനെ എത്ര ലളിതഗാനങ്ങൾ, പാട്ടുകൾ, ഓർമ്മകൾ. അതിലും ഒരു പാട്ടുണ്ട്, ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ ഓർമ്മകൾ. അത് ഉഗ്രം പാട്ടാ. ഇതിലുണ്ട് എഴുതാമോ, ഇതിലുമില്ലേ ഒരു എഴുതാമോ ലാ ഉണ്ട് സാർ. അങ്ങനെ ഒരുപാടുണ്ട്. മോൻ തരക്കേടില്ലാതെ പാടി കേട്ടോ. കാരണം ഒരു കംപ്ലീറ്റ്നെസ് വരാനുണ്ട് പല സ്ഥലങ്ങളിലും, എന്നാലും തരക്കേടില്ലാതെ പാടി. താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ്. മോള് നന്നായിട്ട് പാടിയതാ കേട്ടോ, നന്നായിട്ട് പാടി. പിന്നെ എൻ്റെ ചില സംശയങ്ങൾ നീ തീർത്തു തരണം. ഈ സൈക്കോയുടെ നമ്മുടെ ഈ ആലാപ്പിൽ ആ തേർഡ് ഒന്ന് പാടിത്തരാമോ? അത് കേൾക്കാനൊന്ന് പാടിച്ചതാ. അതിൽ വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ മോളെ അത് ഓടെ കുറച്ചു നേരം നിൽക്കി, എന്നിട്ട് മറ്റേ ഓടിവ്. ആ പിന്നെ വർഷസന്ധ്യ. ആ കുറച്ചുകൂടെ തള്ളിക്കോ. അതിനൊക്കെ കുറച്ച് ക്ലാരിറ്റി ആവാം. ഈ സ്വപ്നം കാണാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബൃഹ ഇല്ലേ, അത് പാടിയതല്ലോ നീ. അതല്ല ആ നീയും സ്വപ്നം കാണാറുണ്ടോ, സ്വപ്നം കാണാറുണ്ടോ. ഇതൊരു പാട്ടടാ. അപ്പൊ ഇതെന്താണ് പാടാത്തെന്നുള്ളത് ചുട്ടടി തരും. അപ്പൊ ഇത് എന്തൊക്കെയാലും ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നാണ്. സല്യൂട്ട്. താങ്ക് യു സർ.